രാവിലെ ആയി. ലക്കിയെ കണ്ട സന്തോഷമാണ്. ലക്കിയെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. ബുക്കിനെയും മോട്ടൂനെയൊക്കെ നേരത്തെ ഇറക്കി വിട്ടു. എന്നിട്ട് ഞാൻ മേളിൽ പോയി മുത്തുമണി ലൂണ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴെ വന്ന്. അപ്പോൾ ലക്കിയെ കണ്ടാലേ മോട്ടൂനൊരു ഗുമ്മുള്ളൂ. ബുക്കിക്ക് സ്ക്രീൻ സ്പേസ് കുറച്ച് കൊടുക്കുമെന്ന് പറയുക. ഞാൻ കണ്ടോ ഒളിച്ചിരിക്കുന്നത് കണ്ടില്ലേ? വീഡിയോ ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഓടിപ്പോവും. അങ്ങനെ പറ്റിപ്പോണേ. കടുകും കൂടി ഓടുക. അവന് ഇച്ചിരി പൊക്കമുണ്ടെന്നുള്ളൂ. അവനിപ്പോഴും കടുക് തന്നെയാണ് മോട്ടു. ഓരോന്നൊക്കെ വലിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. ഇതാരാ ഈ തടുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? പിന്നെ എന്തെന്നറിയാവോ, ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആളെ പിടികിട്ടു. കള്ളമൊന്നും മറക്കാറില്ല. അത് മാത്രമല്ല, ബൂക്കിക്കോ ലക്കിക്കോ ഒന്നും ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഇടുന്ന ശീലമൊന്നുമില്ല. അത് മോട്ടൂനാണ് ഉള്ളത്. തടുക്ക്, പിന്നെ ടവലുകൾ, പിന്നെ അവനൊക്കെ കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി തന്നെ ഞാൻ ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ വാതിക്കി കിടക്കുമായിരുന്നു, എന്നെ എടുത്തുകൊണ്ട് വന്നു. ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് അകത്തിടാം. നമ്മുടെ പെറ്റ്സിനെ ഒക്കെ കാണുമ്പോഴേ ഇവരുടെയൊക്കെ വേസ്റ്റ് എവിടെയാണ് കളയണേന്ന് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ ഏരിയയിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഇവരുടെ വേസ്റ്റൊക്കെ എങ്ങനെയാണ് കളയണേന്നൊന്ന് പറഞ്ഞു തരാമെന്ന്. ഞാൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സെപ്റ്റിക് ടാങ്ക് വയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ ഇവർക്ക് അപ്പുറത്തെ സൈഡ് ഒരു 2 റിങ് വാങ്ങിയിട്ട് ഭൂമിയിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് അടപ്പ് വെച്ചിട്ട് ഒരു PVC പൈപ്പ് അതിൻ്റെ അകത്ത് ബൂക്കി പുല്ലൊക്കെ കഴിക്കുന്നുണ്ടല്ലേ. ബൂക്കി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. മോട്ടു കഴിച്ചാൽ അപ്പം തന്നെ ഛർദ്ദിക്കും. മോട്ടുവിന് പറ്റില്ല പുല്ലൊന്നും വയറ്റിലേക്ക്. അപ്പോൾ എന്നാ പറഞ്ഞേ, അന്നേരം ഈ PVC പൈപ്പ് കുറച്ച് പൊക്കത്തിൽ വെച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ആദ്യം കുമ്പിടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, നല്ല ഉയരത്തിൽ വെക്കണം, അതുപോലെ നല്ല വായുവട്ടമുള്ള PVC പൈപ്പൊക്കെ വേണം വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വെച്ചത് കണ്ടില്ലേ, ഇത്രയും താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ കുറച്ചുകൂടി വായുവട്ടമുള്ളത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇടാനൊക്കെ എളുപ്പമാണ്. ഒരു ട്രെയിലെടുത്ത് ഞാൻ ഇവരുടെയൊക്കെ ട്രെയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ഇടും. കുറച്ചും കൂടി കണ്ടോ പൊക്കമുണ്ടെങ്കിൽ നമുക്ക് അത്ര കുമ്പിടുണ്ടല്ലോ. പിന്നെ എന്നാലും പോട്ടെ, അങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. ചിലപ്പോഴൊക്കെ വെള്ളം ഒഴിക്കും പറ്റുന്ന സമയത്ത്. എന്നിട്ട് അടച്ചു വയ്ക്കും. പിന്നെ വല്ല വെയിലൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് വയ്ക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അടച്ചു വയ്ക്കും. പിന്നെ ലൂണയുടെ മുത്തുമണിയുടെയൊക്കെ ചിലപ്പോൾ ഞാൻ ക്ലോസറ്റിൽ തന്നെ കളയും. ഇവരുടെയൊക്കെ ഇങ്ങനെയാണ്.